നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 38-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 1968-ൽ മലയാള സിനിമ കുറ്റാന്വേഷണ കഥകളുടെയും റീമേക്കുകളുടെയും പിന്നിലൂടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. എന്നാൽ അതിലൊരു പ്രത്യേകതയുള്ള 3 സിനിമകൾ അക്കാലത്തിറങ്ങി. അസുരവിത്ത്, തുലാഭാരം, യക്ഷി എന്നിവയായിരുന്നു ആ സിനിമകൾ. MD വാസുദേവൻ നായരുടെ നോവൽ MD തന്നെ തിരക്കഥ എഴുതിയതാണ് അസുരവിത്ത്. വിൻസെൻ്റ് ആയിരുന്നു അതിൻ്റെ സംവിധാനം. തുലാഭാരം ഒരു നാടകമായി തോപ്പിൽ ഭാസിയുടെ സാമൂഹ്യ വിമർശനാത്മകമായ നാടകമാണ് സിനിമയായി മാറിയത്. ഈ തുലാഭാരത്തിലൂടെയാണ് മലയാളത്തിൽ ആദ്യമായി ഉർവശി അവാർഡ് എത്തുന്നത് ശാരദയ്ക്ക്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പുരസ്കാരവും അതിന് ലഭിക്കുകയുണ്ടായി. യക്ഷിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആദ്യമായി മനഃശാസ്ത്രപരമായ തീം മലയാള സിനിമയിൽ കൊണ്ടുവന്നത് യക്ഷി എന്ന സിനിമയാണ്. മലയാറ്റൂരിൻ്റെ നോവലാണ് യക്ഷി. MO ജോസഫ് മഞ്ഞിലാസിൻ്റെ ബാനറിലാണ് അത് നിർമ്മിച്ചത്. അക്കാലത്തിറങ്ങിയ വിരുദ്ധൻ ശംഖുവിലൂടെയാണ് ശ്രീലത സിനിമയിലെത്തിയത്. ശ്രീലത ഒരു ഗായിക കൂടി ആയിരുന്നു. കാലടി ഗോപിയുടെ നാടകം 7 രാത്രികൾ സിനിമയാക്കി. രാമു കാര്യാട്ടാണ് സംവിധാനം ചെയ്തത്. പക്ഷേ അത്ര വിജയിച്ചു എന്ന് പറയാനാവില്ല. ചില പേരുകൾ സമൂഹത്തിൽ ഉറച്ചു പോകാറുണ്ട്. ചിലർക്കത് ചെല്ലപ്പേരായി മാറാറുമുണ്ട്. അതിലൊന്നാണ് പാഷാണം വർക്കി. ആലമ്മൂടൻ്റെ പാഷാണം വർക്കി എന്നത് കാലടി ഗോപിയുടെ നാടകം സിനിമയാക്കിയപ്പോൾ 7 രാത്രികൾ സിനിമയാക്കിയപ്പോൾ അതിലുള്ള കഥാപാത്രമായിരുന്നു. പാഷാണം വർക്കി ഇന്ന് നമ്മൾ പലരെയും വിളിക്കാറുണ്ട്. അതാ പറഞ്ഞത്, ചില കഥാപാത്രങ്ങളുടെ പേരുകൾ ഇരുപ്പതായി പോകാറുണ്ട് എന്ന്. അതിലുള്ള ഒന്നാണ് കമലമ്മയുടെ ചട്ടുകാരി മറിയം. ഇത് രണ്ടും ആ സിനിമയിൽ ഏറെ ശ്രദ്ധ പിടിച്ചെടുത്തു. നാടകത്തിലും ശ്രദ്ധേയമായിരുന്നു അത്. ഈ കാലഘട്ടത്തിലൊക്കെ മറ്റൊന്നുകൂടി പറയാനുണ്ട്. K. സുരേന്ദ്രൻ്റെ കാട്ടുകുരങ്ങ് എന്ന നോവൽ P. ഭാസ്കരൻ സിനിമയാക്കി. വിജയിച്ചില്ല. പക്ഷേ ദേവരാജൻ സംഗീതം ചെയ്ത ഭാസ്കരൻ മാഷിൻ്റെ വരികളിൽ പലതും സംഗീതപ്രേമികൾക്ക് ഇന്നും അറിയാം. അതിലൊന്നാണ് നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും. സുശീല പാടിയ അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല, ഈ ഗാനങ്ങളൊക്കെ അതിലുണ്ടായതാണ്. ഇങ്ങനെ ചരിത്രം നീങ്ങുകയാണ്. 68-ലെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായ യക്ഷിയെക്കുറിച്ച് പറഞ്ഞു, അസുരവിത്തിനെക്കുറിച്ച് പറഞ്ഞു, തുലാഭാരത്തെക്കുറിച്ച് പറഞ്ഞു. കാലടി ഗോപിയുടെ നാടകം സിനിമയായപ്പോൾ 7 രാത്രികൾ സിനിമയായപ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ ഇരുപ്പതായി പോയ പേരുകളെക്കുറിച്ചും പറഞ്ഞു. ഇങ്ങനെ ചരിത്രം, മലയാള സിനിമയുടെ ചരിത്രം നീങ്ങുമ്പോഴും ചരിത്രം തുടർന്നറിയാനും മുൻ ചരിത്രങ്ങൾ അറിയാനും സിനിമയിൽ പ്രവേശിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ മുമ്പേയുള്ള ഭാഗങ്ങൾ കൂടി കാണേണ്ടതാണ്. ചരിത്രത്തോടൊപ്പം നമ്മൾ പറഞ്ഞു വന്നത് പാട്ട് എഴുതുക എന്നുള്ള എങ്ങനെയായിരിക്കണം. അപ്പോൾ ചില പാട്ടുകൾ എടുത്ത് പരിശോധിച്ചു. മലയാളത്തിലെ ചില അലങ്കാരങ്ങൾ എടുത്ത് നോക്കി. ആ അലങ്കാരങ്ങളിൽ ഇത്തവണ നമുക്ക് പറയാവുന്നത് അല്ലെങ്കിൽ ഓർക്കാവുന്നത് രൂപക അതിശയോക്തിയാണ്. നികേരാധ്യ അവസാനം തൻ രൂപകാതിശോക്തിയാം, അതാണ് അതിൻ്റെ ലക്ഷണം. നികീരാധ്യാവസാനം താൻ രൂപകാതിശോക്തിയാം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് സരോജ യുഗളം കാണുക ശരങ്ങൾ ചൊരിയുന്നതാ. ഉപമേയത്തിൻ്റെ സ്ഥാനത്ത് ഉപമാനത്തെയും അതിൻ്റെ ധർമ്മങ്ങളെയും പറയുന്നു. ഉദാഹരണത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ. ഉപമേയമായ കണ്ണും കടാക്ഷവും കാണിച്ചിട്ട് ഉപമാനങ്ങളായ സരോജങ്ങളെയും ശരങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. അതിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടിപ്പഴുൽപ്പല ജലങ്ങൾക്കുണ്ടിന്നങ്ങ് മുൻപേ അവയിലേക്ക് തുടടുപ്പതെന്നായി. രണ്ടിങ്കലും മുകളിൽ നിന്നു പകച്ചു നോക്കും വണ്ടിൻ്റെ ഇടയ്ക്കവൾ തൊടും തിലകം വിളങ്ങി. ഉള്ളൂരിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇത്തരം ഉദാഹരണങ്ങൾ പറയുന്നത് മലയാള സിനിമാ ഗാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ അലങ്കാരങ്ങൾ വരുന്നത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ശ്രീകുമാരൻ നമ്പിയുടെ ഗാനങ്ങളാണ് നമ്മൾ തുടർന്ന് പരിശോധിച്ചു വരുന്നത്. ആ ശ്രീകുമാരൻ നമ്പിയുടെ സ്നേഹവിലോലനായ കാമുകൻ്റെ പ്രണയതന്ത്രങ്ങൾ മുഴുവനും ഒപ്പിയെടുക്കുന്നതാണ് ശ്രീകുമാരൻ നമ്പിയുടെ പ്രണയഗാനങ്ങളിൽ പലതും.
ഇത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. 1975 പുറത്തു വന്ന അഭിമാനം എന്ന ചിത്രത്തിൽ ഗാനം നോക്കി. തപസ് ചെയ്യും താരുണ്യമേ എന്നാണ്. പ്രണയത്തിൻ്റെ മൂർത്തിമത് ഭാവം അഥവാ രതിഭാവം പല്ലവിയിലും ചരണത്തിലും പറയുന്നു. എന്നാൽ ശ്രീകുമാരൻ തമ്പി ഈ രതിഭാവത്തെ അതീവ ആർദ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. എത്ര കയ്യടക്കമാണ്! വളരെ കയ്യടക്കത്തോടുകൂടി പ്രണയഗാനം കൈകാര്യം ചെയ്യുകയാണ്. ഉറങ്ങും നിന്നെ ഉണർത്തും, ഉണർന്നാൽ പിന്നെയും ഉറക്കും, അതിലെ വരിയാണ് എന്നിങ്ങനെ വരികൾ ഒഴുകുകയാണ്. ഈ ഗാനങ്ങൾ അതിർവരമ്പുകൾ അതിലംഘിക്കാതിരിക്കാൻ കവി കിളികളിലൂടെയും കാറ്റിലൂടെയും മദനധനുസുകൾ പ്രയോഗിക്കുന്നു. ഇതാണ് അലങ്കാരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. നോക്കൂ, ഒരേ കാര്യം കവി കിളികളിലൂടെ കാറ്റിലൂടെയൊക്കെയാണ് ധ്വനിപ്പിക്കുന്നത്. മദനധനുസുകൾ, കാമത്തിൻ്റെ വില്ലുകൾ, ചരങ്ങൾ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ്. കടമ്പ് മലർ പോൽ തുടുക്കും കവളിൽ കിളിതൻ നഖമുനപതിയും. കടമ്പ് മലർ പോൽ തുടുക്കും കവളിൽ കിളിതൻ നഖമുന പതിയും എന്നാണ് അദ്ദേഹം വരികളായിട്ട് എഴുതുന്നത്. ഇവയൊക്കെ പ്രകൃതിയെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൻ്റേതായ പാരമ്യത്തിലേക്ക് പ്രണയത്തിൻ്റെ മൂർത്തിമത് ഭാവം നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ട്, അനുഭവിപ്പിക്കാനായിട്ട് കവി ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഇവിടേക്കാണ് അലങ്കാരങ്ങൾ കയറി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. നീലലോചനം തുറക്കൂ, മുന്നിൽ നിന്റെ ദേവൻ പ്രത്യക്ഷമായി. നീലലോചനം തുറക്കൂ, മുന്നിൽ നിന്റെ ദേവൻ പ്രത്യക്ഷനായി. പല്ലവിയിലെ വരികൾ കേൾക്കുമ്പോൾ മുന്നിൽ ദേവൻ വന്നു നിൽക്കുന്നു എന്ന് തോന്നും. ശ്രീകുമാരൻ തമ്പിയുടെ ഭാവനയുടെ ചിറകുകളിലേക്ക് സ്വർണ്ണ രേണുക്കൾ തൂകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാനാവും. എത്രയോ തളങ്ങളിൽ കോമളമായി കുയിൽ പാടും ഒച്ച കേട്ടു, മയങ്ങിപ്പോയി ഞാൻ, ഉൾവള്ളി പൂക്കൾ കണ്ട് കറങ്ങിപ്പോയി എന്ന് അദ്ദേഹം എഴുതുന്നു. മറ്റൊരു വരിയായി വരുന്നത് കരിഞ്ചായൽ മുകിലിന്മേൽ മുഖം ചേർത്തു നീന്തുവാൻ കമനൻ്റെ കാമന തിങ്കളായോ. സ്വർഗീയ അനുഭൂതി പകരുന്നത് ഈ ലളിത കോമള പദാവലികൾ കൊണ്ടാണ്. കരിഞ്ചായൽ മുകിലിന്മേൽ മുഖം ചേർത്ത് നീന്തുവാൻ കമനൻ്റെ കാമന തിങ്കളായോ. പ്രകൃതിയായിട്ട് എങ്ങനെയാണ് അത് ബന്ധിപ്പിക്കുന്നത്? കരിഞ്ചായൽ മുകിലിന്മേൽ, മുകിലെ മേഘങ്ങൾ, കാർമേഘങ്ങളിലെ മുഖം ചേർത്ത് നീന്തുവാൻ കമനൻ്റെ കാമന തിങ്കളായോ. ഇവിടെയും ഒക്കെ അലങ്കാരങ്ങൾ കടന്നു വരുന്നുണ്ട്. സ്വർഗീയ അനുഭൂതി അനുവാചകരിൽ, കേൾവിക്കാരിൽ, വായനക്കാരിൽ സൃഷ്ടിക്കാൻ ലളിത കോമള പദാവലികൾ കൊണ്ട് ശ്രീകുമാരൻ തമ്പിക്ക് കഴിയുന്നു. അതെങ്ങനെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ആ പദാവലികൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. നമുക്ക് തുടർന്നും ശ്രീകുമാരൻ തമ്പിയെ പാഠപുസ്തകമാക്കി ശ്രദ്ധിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം. നമസ്കാരം.